നമ്മൾ എത്രകാലം ജീവിച്ചു എന്നതിലല്ല കാര്യം, എങ്ങനെ ജീവിച്ചു എന്നതിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം തീരുമാനിക്കുന്ന ഒരൊറ്റ ചോദ്യമാണിത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഞാൻ ഇന്ന് എങ്ങനെയാണ് ജീവിച്ചത്? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന 6 ലളിതമായ പാഠങ്ങൾ നമുക്ക് നോക്കാം. 1. ചെയ്യുന്ന രീതിയാണ് നിങ്ങളുടെ സ്വഭാവം. ഹൗ യു ഡു എനിത്തിങ് ഇസ് ഹൗ യു ഡു എവറിത്തിങ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരു പ്രതിഫലനമാണ്. നിങ്ങൾ ഒരു കാര്യത്തെ സമീപിക്കുന്ന മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ്, ശ്രദ്ധ അഥവാ അറ്റൻഷൻ, നിലവാരം അഥവാ സ്റ്റാൻഡേർഡ് എന്നിവയാണ് നിങ്ങളുടെ സ്വഭാവത്തെ നിർവചിക്കുന്നത്. ചെറിയ ജോലികളിൽ നിങ്ങൾ കാണിക്കുന്ന അലംഭാവം അത് ജീവിതത്തിലെ വലിയ അവസരങ്ങളിലും നിഴലിക്കും. പലപ്പോഴും ആളുകൾ വലിയ നേട്ടങ്ങൾക്കായി കാത്തിരിക്കുന്നു. എപ്പോഴെങ്കിലും എനിക്ക് വലിയൊരു പ്രോജക്റ്റ് ലഭിച്ചാൽ ഞാൻ എന്റെ 100% നൽകും എന്ന് ചിന്തിക്കുന്നു. എന്നാൽ സത്യമതല്ല. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് നിങ്ങൾ ആർക്കും ശ്രദ്ധിക്കാനില്ലാത്ത ചെറിയ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. സമയനിഷ്ഠ. 5 മിനിറ്റ് വൈകുന്നത് ഒരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും അത് നിങ്ങളുടെ വാക്കിനോടും മറ്റുള്ളവരുടെ സമയത്തോടുമുള്ള ബഹുമാനം എത്രത്തോളമുണ്ടെന്ന് കാണിക്കുന്നു. ഗുണനിലവാരം. നിങ്ങൾ പൂർത്തിയാക്കിയ ഒരു റിപ്പോർട്ടിലെ അക്ഷരത്തെറ്റുകൾ അല്ലെങ്കിൽ ഒരു ജോലിയിലെ അശ്രദ്ധ അത് നിങ്ങൾ സ്വയം നിശ്ചയിച്ചിട്ടുള്ള ഗുണനിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. പെരുമാറ്റം. ഒരു പരിചാരകനോട് നിങ്ങൾ സംസാരിക്കുന്ന രീതി നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന അതേ ബഹുമാനത്തോടെയാണോ? എങ്കിൽ നിങ്ങളിലെ ദയ എന്ന സ്വഭാവം ഒരു തിരഞ്ഞെടുപ്പല്ല, ഒരു ശീലമാണ്. നിങ്ങളൊരു പേപ്പർ കൃത്യതയോടെ മടക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ കാര്യങ്ങളെയും നിങ്ങൾ അതേ കൃത്യതയോടെ സമീപിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും ഉത്തരവാദിത്തം അഥവാ അക്കൗണ്ടബിലിറ്റി കാണിക്കുക. ഓർക്കുക, ശരിയായ കാര്യം ശരിയായ രീതിയിൽ ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല. ഈ സമീപനം നിങ്ങളെ ഒരു മികച്ച വ്യക്തിയാക്കി മാറ്റും. കാരണം നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുന്നത് ഈ ചെറിയ വിജയങ്ങളിലൂടെയാണ്. 2. ലക്ഷ്യവുമായി ബന്ധിക്കുക, അലഞ്ഞുതിരിയരുത്. ടൈ ടു എ ഗോൾ, നോട്ട് ജസ്റ്റ് ദ പാത്ത്. നമ്മുടെ ഊർജവും ശ്രദ്ധയും ആളുകളിലേക്കോ വസ്തുക്കളിലേക്കോ അല്ലെങ്കിൽ താൽക്കാലിക സന്തോഷങ്ങളിലേക്കോ ബന്ധിപ്പിക്കുമ്പോൾ അത് ക്ഷണികമായിരിക്കും. എന്നാൽ ജീവിതത്തെ ഒരു ഉയർന്ന അർത്ഥവത്തായ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. നമ്മുടെ ജീവിതയാത്ര പലപ്പോഴും ലക്ഷ്യബോധമില്ലാത്ത ഒരു കപ്പൽ പോലെയാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ലക്ഷ്യത്തിലെത്താനുള്ള വഴിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നല്ലൊരു ജോലിയോ വലിയൊരു വീടോ അടുത്ത അവധിക്കാല യാത്രയോ ഒക്കെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കും. എന്നാൽ ഇവയൊക്കെ വഴികൾ മാത്രമാണ്, ലക്ഷ്യമല്ല. ഇവിടെയാണ് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ അതിനെ ഒരു ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുക, വസ്തുക്കളുമായോ ആളുകളുമായോ അല്ല. നിങ്ങൾ വെറുതെ ഒരു ജീവിതമുണ്ടാക്കാൻ ആഗ്രഹിക്കരുത്, മറിച്ച് ലോകത്തിൽ ഒരു വ്യത്യാസമുണ്ടാക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളൊരു വലിയ ലക്ഷ്യത്തിൽ സ്വയം സമർപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ ദിശ വ്യക്തമാക്കുകയും വഴിയിലുണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ ഒരു പ്രശ്നമല്ലാതാവുകയും ചെയ്യും. 3. അനുഭവങ്ങളെ സ്വീകരിച്ച് പ്രവർത്തിക്കുക. ജീവിതം നമുക്ക് നൽകുന്ന ഓരോ നിമിഷവും വിജയം, പരാജയം, സന്തോഷം, വേദന എല്ലാം നമ്മെ രൂപപ്പെടുത്താനുള്ള ഉപകരണങ്ങളാണ്. ഈ അനുഭവങ്ങളെ ഉൾക്കൊണ്ട് അവയെക്കുറിച്ച് ചിന്തിച്ച് ശരിയായ സമയത്ത് പ്രവർത്തിക്കുക എന്നതാണ് വിജയത്തിന്റെ താക്കോൽ. നമ്മുടെ ജീവിതത്തെ ഒരു പുസ്തകമായി സങ്കൽപ്പിക്കുക. അതിൽ സുഖകരമായ അധ്യായങ്ങളുണ്ട്, വേദനിപ്പിക്കുന്ന താളുകളുണ്ട്. ചിലർ വേദനിപ്പിക്കുന്ന അധ്യായങ്ങൾ തുറക്കാൻ പേടിച്ച് ജീവിതത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കും. എന്നാൽ ജീവിതം നിങ്ങളെ സ്പർശിക്കാനും അതിൻ്റെ എല്ലാ ഭാവങ്ങളെയും അനുഭവിക്കാനും നിങ്ങൾ അനുവദിക്കണം. നല്ല അനുഭവങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. എന്നാൽ ചീത്ത അനുഭവങ്ങളാണ് നിങ്ങളെ ശക്തരാക്കുന്നത്. അവ നിങ്ങളുടെ ദൗർബല്യങ്ങൾ എന്താണെന്ന് കാട്ടിത്തരുന്നു. ഈ ഉയർച്ചകളും താഴ്ചകളും നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അവരുടെ വഴികാട്ടിയാകാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു വലിയ ആശയം നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്താൻ പ്രചോദനം ലഭിക്കുമ്പോൾ അതാണ് സമയം. ഉടൻ പ്രവർത്തിക്കുക. അതെത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ, മടിച്ചു നിൽക്കരുത്. കാരണം പ്രവർത്തിക്കാതെ മനസ്സിൽ ഒതുക്കിവെക്കുന്ന ആശയങ്ങൾ വെറും സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കും. ഇപ്പോൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. 4. അടുത്ത ചുവടുവെട്ട് മാത്രം മതി. വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടാതെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അടുത്തതും പ്രായോഗികവുമായ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെറിയ ചുവടുകളുടെ സ്ഥിരമായ മുന്നേറ്റമാണ് വലിയ വിജയം ഉറപ്പാക്കുന്നത്. നമ്മളൊരു വലിയ ലക്ഷ്യത്തിലേക്ക് നോക്കുമ്പോൾ അതിലേക്കുള്ള ദൂരം നമ്മെ ഭയപ്പെടുത്തുകയും ചിലപ്പോൾ മുന്നോട്ടു പോകാനുള്ള പ്രചോദനം ഇല്ലാതാക്കുകയും ചെയ്യാം. ഇവിടെ നമ്മുടെ കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ ഉദാഹരണം
വളരെ പ്രസക്തമാണ്. രാത്രിയിൽ ദൂരയാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാറിന്റെ ഹെഡ്ലൈറ്റ് മുന്നോട്ടുള്ള 200 മീറ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ള വഴിയോ ഭൂപടമോ നിങ്ങൾ അറിയേണ്ടതില്ല. നിങ്ങൾ ആ 200 മീറ്റർ വിജയകരമായി താണ്ടുമ്പോൾ അടുത്ത 200 മീറ്റർ തനിയെ പ്രകാശിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും ചെറിയ പ്രായോഗികമായ അടുത്ത ചുവട് മാത്രം കണ്ടാൽ മതി. നിങ്ങൾ ആ അടുത്ത ചുവടുകൾ സ്ഥിരതയോടെ എടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നിടത്ത് തീർച്ചയായും എത്തും. ഇതിനോടൊപ്പം ആകർഷണ നിയമവും ചേരുന്നു. നിങ്ങൾക്കൊരു കാര്യം ലഭിക്കുമെന്ന് 100% പ്രതീക്ഷയോടെ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിനകം നടന്നു കഴിഞ്ഞതുപോലെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം പ്രതികരിക്കും. ഒരേപോലെയുള്ളതിനെ ആകർഷിക്കുന്നു എന്നതിനാൽ ആ ലക്ഷ്യത്തിലെത്തിയ വ്യക്തിയുടെ മനോഭാവം നിങ്ങൾ നിലനിർത്തുക. അടുത്ത ചുവടുകൾ ആ വിശ്വാസത്തോടെ വെച്ചാൽ മാത്രം മതി. 5. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കുള്ളതാണ്. ഓൺ യുവർ പൊട്ടൻഷ്യൽ. നമ്മുടെ ഉള്ളിലുള്ള അനന്തമായ സാധ്യതകളെ വിലയിരുത്താനുള്ള അധികാരം മറ്റൊരാൾക്കും നൽകരുത്. നമ്മുടെ കഴിവുകളുടെ ഏക ഉടമയും വിധികർത്താവും നമ്മൾ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പുറമെയുള്ള ശബ്ദങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നു. മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇവർ നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ ആരാണെന്ന് വിശ്വസിക്കുന്നത്. ഒരാളുടെ ഒറ്റ വിലയിരുത്തലിന് നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാനുള്ള ശക്തിയുണ്ട്. മറ്റൊരാളുടെ വിലയിരുത്തലുകൾ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങളുടെ വിലയോ നിങ്ങളുടെ സാധ്യതകളോ മറ്റൊരാൾക്ക് നിർണയിക്കാനാവില്ല. ഓർക്കുക, മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് നിങ്ങളുടെ കാര്യമല്ല. അത് അവരുടെ സ്വന്തം ഭയങ്ങളോ പരിമിതികളോ അല്ലെങ്കിൽ നിങ്ങളുടെ സാധ്യതകളെ അംഗീകരിക്കാനുള്ള അവരുടെ കഴിവില്ലായ്മയോ ആകാം. നിങ്ങൾക്കുള്ള തീവ്രമായ സ്വപ്നം എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ സ്വപ്നത്തെ മുറുകെ പിടിക്കുക. നിങ്ങളുടെ കഴിവുകൾ, പരിശീലനം, ലക്ഷ്യം എന്നിവയിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരു ബാഹ്യശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. 6. ത്യാഗം തിരഞ്ഞെടുക്കുക. ചൂസ് യുവർ സാക്രിഫൈസ്. ജീവിതത്തിൽ ത്യാഗം എന്നത് ഒരു ഓപ്ഷനല്ല, മറിച്ചൊരു അനിവാര്യതയാണ്. നമ്മൾ എന്തിനുവേണ്ടി നമ്മുടെ സമയം, ഊർജം, സാധ്യതകൾ എന്നിവ ത്യജിക്കണമെന്ന് ബോധപൂർവം തിരഞ്ഞെടുക്കുക എന്നതാണ് പക്വത. നമ്മളിൽ പലരും ത്യാഗമെന്ന വാക്ക് കേൾക്കുമ്പോൾ ഭയപ്പെടും. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്: നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ത്യാഗം ചെയ്യുന്നവരായിരിക്കും. ഇവിടെ ചോദ്യം, നിങ്ങൾ ബോധപൂർവം ത്യാഗം തിരഞ്ഞെടുക്കുന്നുണ്ടോ അതോ ജീവിതം നിങ്ങളെക്കൊണ്ട് ത്യജിപ്പിക്കുന്നുണ്ടോ എന്നതാണ്. പീറ്റർ പാൻ കഥയിലെന്ന പോലെ കുട്ടിക്കാലം എന്നത് അനന്തമായ സാധ്യതകളാണ്. നിങ്ങൾക്ക് എന്തുമാകാം, പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നുമല്ല. നിങ്ങളൊരു തീരുമാനവും എടുത്തിട്ടില്ല. വളർച്ച എന്നാൽ ത്യാഗമാണ്. പക്വതയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്തിലെ ആ പലതരം സാധ്യതകളെ ഒരു യാഥാർത്ഥ്യത്തിനു വേണ്ടി, ഒരു തൊഴിൽ, ഒരു ലക്ഷ്യം, ഒരു ജീവിത രീതി എന്നിവയ്ക്കു വേണ്ടി ത്യജിക്കണം. നിങ്ങളൊരു പരിശീലനം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മറ്റു പല വിനോദങ്ങളും, ഉറക്കവും, സോഷ്യൽ ടൈമും ത്യജിക്കേണ്ടി വരും. എന്നാൽ ആ ത്യാഗം നിങ്ങളെ എന്തെങ്കിലുമായി മാറ്റുന്നു. ആ എന്തെങ്കിലും ആയിരിക്കുമ്പോൾ വീണ്ടും ലോകം നിങ്ങൾക്ക് മുന്നിൽ പുതിയ സാധ്യതകളോടെ തുറക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.